അസ്സലാമു അലൈക്കും. നമ്മൾക്ക് അതായത് എല്ലാവർക്കും ഇരുലോകമുണ്ട്, പരലോകമുണ്ട്. ഇരുലോകമുണ്ട്, പരലോകമുണ്ട്. ആ ഇരുലോകത്തേക്കും പരലോകത്തേക്കും ഏറ്റവും വിജയകരവും സന്തോഷവുമായതാണ് നമ്മളെ മാതാപിതാക്കൾ. മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ വേറൊന്നും വേണ്ട. അവരെ ആദ്യം സന്തോഷിപ്പിച്ച് അവരെ അനുഗ്രഹം മേടിച്ചാൽ എല്ലാ സ്ഥലത്തും നമ്മ പോകുന്നിടത്തും വരുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം ആരെ കാവലുണ്ടാവും? ആ പടച്ചവൻ്റെ അള്ളാഹുവിൻ്റെ ഏക ദൈവത്തിൻ്റെ കാവലുണ്ടാകും. പണ്ട് ഒരു മോന് മരുമോക്കടെ വാക്ക് കേട്ടിട്ട് കൊന്നിട്ട് കൊണ്ടുപോയി. മുറിച്ചിട്ട് നിങ്ങളെ ഉമ്മാടെ മുറിച്ച് കൊണ്ടുവരണോ, മുറിച്ച് ഹൃദയം കാണിക്കണമെന്ന് പറഞ്ഞ് കരൾ കാണിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ്. ഈ വിഡ്ഢിയായ മോനെ മുറിച്ചിട്ട് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോയി. കാണിച്ച് കരളും മുറിച്ച് കെട്ടിയോളെ ഭാര്യനെ കൊണ്ടുപോയി കാണിച്ച് കടന്ന് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഒരു വല്ലാതൊരു കടവ് കടന്നു. അപ്പോഴത്തേക്കും കടവ് കണ്ട് അപ്പോഴത്തേക്കും പറ്റണില്ല. അപ്പോൾ തന്നെ ഈ കരളിൻ്റെ അവിടെ നിന്ന് പറഞ്ഞേ അവൻ്റെ മോനേന്ന്. ഇത് കേട്ടോടുകൂടെ അവളെ പോയി നല്ല അടിച്ച് എന്തോ വക വരുത്തി അവന്. അതാണ് ഉമ്മ. മാതാവ് അതുപോലെ തന്നെ, പിതാവ് അങ്ങനെ തന്നെയാണ്. എനിക്ക് തെറ്റുണ്ട് പറയുമ്പോഴെല്ലാം തെറ്റുണ്ട്. അപ്പോൾ മാതാവും പിതാവും, ഉമ്മ വീട്ടിലിരുന്ന് വിയർപ്പൊഴുക്കണ്ട, ഈ പിതാവ് പിന്നെ പുറത്ത് പോയി നല്ല വിയർപ്പൊഴുക്കിയിട്ടാണ്. രണ്ടുപേരും ഒരു തുല്യം തന്നെയാണ്. പിന്നെ 2-3 കൂട്ടമൊക്കെ അത് കണക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ലോക പതിവാണ്. തള്ളമാരായ പാൽ കൊടുക്കും, വയറ്റിലിടും, നോക്കുമെന്നും അവർ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ നമ്മളിത് ചെയ്യണവും കാട്ടണവും പെറണവും ഒന്നും. അപ്പോൾ അവരെ കടമ അവർ ചെയ്യുക, നമ്മളെ കടമ നമ്മൾ ചെയ്യുക. ഇതെല്ലാം മുകളിലൊരാളുണ്ട് കാണാൻ. എല്ലാം മുകളിലൊരാൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അവിടെ കുറിക്കപ്പെട്ട്. മനസ്സിലായിട്ടുണ്ടാ? നമ്മൾ മനസ്സിൽ വിചാരിച്ചാലേ അവിടെ കുറിക്കപ്പെട്ട്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.